വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനാണെങ്കിൽ ഇതാ ഇവിടെ നമ്മുടെ പഴയ ഒരു വേൾഡിനൊക്കെയാണെങ്കിൽ തിരിച്ച് നമ്മുടെ പുതിയ ഇതിൻ്റെ അകത്താക്കി എടുത്ത് 1/1/2026 ഇപ്പോൾ കാണിക്കുന്നത്. ഞാൻ പുതിയ വേർഷനാണെങ്കിൽ ചേഞ്ച് അടിച്ചപ്പോൾ എന്തൊക്കെയോ ബഗ് അടിച്ചിട്ടുണ്ട്. കാരണം ഇതെന്താണിത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സംഭവം. ഇതിൽ ഞാൻ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്, എന്താവോ എന്തോ. നാളെ പഴയ മറ്റേ ഒരു നെതറൈറ്റ് ആർബറൊക്കെ പോയോന്നൊന്നും എനിക്കറിയില്ല. ഇത് പണ്ട് തൊട്ടേ കളിക്കുന്നൊരു അക്കൗണ്ടാണിത്. നല്ലൊരു വേൾഡാണ്, പക്ഷെ എൻചാൻ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതാണ് പ്രശ്നം, എൻചാൻ്റ് ചെയ്യാത്തതല്ല. നമ്മുടെ പണ്ടത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, അന്ന് ഞാൻ എൻചാൻ്റ് ചെയ്ത് വെച്ചായിരുന്നു. പക്ഷെ ഒരു ട്രൈഡൻറ്റും കൊണ്ട് വെച്ചാൽ അങ്ങ് ബാക്കിൽ നിന്ന് ഒറ്റടി അങ്ങ് ഞാൻ കത്തം. അങ്ങനെ ഒരുത്തം ബാക്കിൽ നിന്ന് ട്രൈഡൻറ്റ് വെച്ച് ധൈര്യക്കുന്നവൻ്റെ കൂട്ട് ഒരടി വന്ന് ഇലാൻ്റെയാണ്. ആ ബൗണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ബൗണ്ടി ഉണ്ട്, ബൗണ്ടി ഖെമൺ അല്ല ഒദ്ദ. വേൾഡ് മാറിപ്പോയാ ടേസ്? എൻ്റേത് ഇവിടെ അല്ലേ ഇരുന്നേ. ഇത് കണ്ടിട്ട് നിങ്ങൾ ക്രിയേറ്റീവ് ആണെന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങളുടെ അടുത്ത് പണ്ട് തൊട്ടേ കളിക്കുന്ന അക്കൗണ്ടാണ് ഇതെന്ന്. അപ്പം ഇത് സംഭവം വേറൊന്നുമില്ല, പണ്ട് തൊട്ടേ കളിക്കുന്ന ടൈമിലുള്ളവർക്ക് അറിയായിരിക്കും. നമ്മൾ ബെഡ്റോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു ആ ടൈമിൽ. ഇത് പക്ഷെ ആ ബെഡ്റോക്കല്ല, മറ്റേ ബെഡ്റോക്ക് ഗ്ലിച്ചടിച്ച് ബഗ് അടിച്ചിരിക്കുമായിരുന്നു. എൻ്റെ വീടേ ഇവിടെ ഇല്ലായിരുന്നു. നമ്മുടെ വീടെന്ന് പറയുമ്പോൾ കാണിച്ചറിയാം, ബെഡ്റോക്ക് ഫ്ലോറിലായിരുന്നു നമ്മുടെ വീട്. അതുമാത്രമല്ല അവിടെ ബഗ് അടിച്ച ആ ഒരു ബെഡ്റോക്കും നോർമൽ ലാൻഡേണായിരുന്നു ഞാൻ അവിടെ വെച്ചതും ഡ്രാഗൺ എഗ്ഗും വെച്ചത്. ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. വെയിറ്റ് സെക്കൻഡ്, ഒരു സെക്കൻഡ്. ഇവിടെ ഇഷ്ടംപോലെ ബിൽഡ് ഇരിപ്പുണ്ടായിരുന്നു, ബെഡ്റോക്കിൻ്റെ ഒരു ഇഷ്ടംപോലെ ബിൽഡ് ഉണ്ടായിരുന്നു. നമ്മുടെ ബിൽഡ് മൊത്തം പോയിട്ടുണ്ട് ഗൈസ്. പുതിയ വേർഷനിലോട്ട് അപ്ഡേറ്റ് ചെയ്ത മണ്ടത്തരം എന്നൊക്കെ പറയും. എടാ എൻ്റെ ഡോർ എവിടെ? ഡോർ ബൗണ്ടി മാത്രം ബാക്കി വന്ന് നമ്മുടെ ഉണ്ടോടെ. അതാണ്ട് അടിക്കുന്നത്. ഫുഡൊന്നും ഇല്ലടേ. ഭാഗ്യം, എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ട് തിന്നാൻ. ഇതിൻ്റെ എൻജോയ്മെൻ്റ് മൊത്തം പോയി കിടക്കുക. ഇതൊരു വിഷമകരമായ കാര്യം എന്തുവെന്നറിയാവോ? ഒരു സെൻറ്റൻസ്. ഇത് ഏകദേശം എത്ര നമ്മുടെ ഈ ഒരു മൈൻക്രാഫ്റ്റ് തുടങ്ങിയ ടൈമിൽ തൊട്ട് കളിക്കുന്ന അക്കൗണ്ടാണിത്. ഞാൻ അപ്ഡേറ്റ് വന്നതാണ്, ചെയ്തോ എന്ന് വരുന്നതായിരുന്നു. എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് അതായത് ഈ അപ്ഡേറ്റിൽ. ഇത് പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്താണെന്നറിയാവോ, ഇതിനകത്ത് ബൗണ്ടി ബാക്കി വന്നതാണ്. ഒരു സത്യം പറഞ്ഞാലേ നമ്മൾ ബൗണ്ടി എന്ന് ഉദ്ദേശിച്ച ആരാന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അവന് നെയിം ടാഗ് ഉണ്ടായിരുന്നു കേട്ടോ, അത് പോയി. താണ്ടിരിക്കുന്ന നമ്മുടെ ഈ കുട്ടനെയാണ് നമ്മൾ ബൗണ്ടി എന്ന് പറഞ്ഞത്. ഇവൻ ബൗണ്ടിയാണ്, പക്ഷെ പ്രശ്നം ഡോറും ഇല്ല, ഒരു മാങ്ങാത്തൊലിയും ഇല്ല. ഇങ്ങനൊരു ഞാൻ ജനിച്ച് വീണത് തന്നെ ഇവളല്ല, ജിങ്കിളില്ല. ഇതെന്തോന്ന് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ക്രാഫ്റ്റിംഗ് ടേബിൾ പോയിട്ട് ഒന്നും കാണുന്നില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാ, പഴയ ബഗ് ഉപയോഗിക്കാൻ പോവാ. നമ്മുടെ പഴയ എഡിഷനും കാര്യങ്ങളൊക്കെ എൻ്റെ പഴയ ബ്രൗസറിൽ കിടപ്പുണ്ട്, നമ്മൾ എടുക്കുന്നതായിരിക്കും അത്. നമ്മുടെ പഴയ ഇതുണ്ട് നമ്മുടെ കയ്യിൽ. ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു ആക്കി വെച്ച. ഗൈസ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് നമ്മൾ.
ഏതായാലും ബൈ അത് എനിക്ക് അടുത്ത വേൾഡ് ഇനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കൂടുതൽ എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ. അതുകൊണ്ട് ഞാൻ ഈ ഇലക്ട്രിക് എടുക്കാൻ എല്ലാ സാധനങ്ങളും കൂടി ഒരു ചെസ്റ്റിൻ്റെ അകത്താക്കി നെതർ വരി ഒരു കോർഡിനൻസിൻ്റെ അകത്താക്കി വയ്ക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ എന്നിട്ട് ആ സ്ഥലത്തോട്ട് പോയതിന് ശേഷം നമ്മുടെ ആ ഒരു മറ്റേ സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ഈ വേർഷൻ ചേഞ്ച് ചെയ്യും. എൻ്റെ പഴയ ബ്രൗസറിൻ്റെ അകത്ത് ഒരുപാടധികം കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ബ്രൗസറിൽ അതിൻ്റെ അകത്ത് നമുക്ക് പെട്ടെന്ന് വേർഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മോഡൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും മൊബൈലിൽ പറ്റത്തില്ല. ഞാൻ ബ്രൗസർ ഉപയോഗിച്ച് ഫുള്ള് കണക്ട് ചെയ്ത് സെറ്റാക്കി എല്ലാം ചെയ്തതിന് ശേഷം നമ്മുടെ പുതിയ വേൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എൻ്റെ അകത്ത് പിന്നെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്തുവാണെന്ന് അറിയാമോ? ഇപ്പോഴേ ഇങ്ങനെ അവസ്ഥ, പഴയ ബഗ് വർക്കാവുന്ന പോലും എനിക്കറിയില്ല. ചിലപ്പോൾ വർക്കാവുള്ളൂ. എന്തായാലും കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, ഡ്രാഗൺ എഗ്ഗും ബെഡ്റോക്കും കൊണ്ടുപോയല്ലോ. ബെഡ്റോക്കിന് ഇനി പൊട്ടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. പണ്ടത്തെ മോഡിലായിരുന്നു പൊട്ടിക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. ബെഡ്റോക്ക് പൊട്ടിക്കാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞിട്ട് പോലും ഇരുന്ന് പൊട്ടിക്കുന്ന പൊട്ടൻ. അപ്പോൾ നമുക്ക് എലിട്രേറ്റ് പറക്കാനുള്ള റോക്കറ്റും ഇല്ല. നമുക്ക് ചുമ്മാ ഒന്ന് ഗ്ലൈഡ് ചെയ്യാം. അതും ചെയ്യാനില്ലല്ലോ, റോക്കറ്റ് വേണോടെ. ഇത് നമുക്ക് തൂമ്പിപ്പിക്ക് പരിപാടിയാ. ഒരുമാതിരി മറ്റടുത്ത പരിപാടിയാണ് ഊമാരി കാണിക്കുന്നത്. അയ്യേ, ഞാൻ നമ്മുടെ ബൗണ്ടിയുടെ ഒരു വേറെ എങ്ങോട്ടൊക്കെയോ നോക്കി. ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നു. ബ്ലാക്ക് ഫാൻ്റെ ആയതുകൊണ്ട് അന്നത്തെ ഭയങ്കര ആവേശം കാരണം ഇങ്ങനത്തെ കഴപ്പൊക്കെ കാണിച്ചു വെച്ചത്. ഇതിപ്പോൾ ഒരുമാതിരി മറ്റേ വല്ലാത്ത അവസ്ഥയായിപ്പോയി കേട്ടോ. സത്യത്തിൽ പറഞ്ഞാൽ നല്ലൊരു വേൾഡായിരുന്നു. ഞാൻ ഈ ബെഡ്റോക്കിൻ്റെ അടി ഇത് സെറ്റ് ചെയ്ത് വെക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മൾ വേറെ സംഭവം ഉണ്ട് അതിന്. അതിന് പിന്നെ വലിയൊരു റീസൺ ഉണ്ട്. ഞാൻ മണ്ടയ്ക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന അപ്പോൾ ഞാനൊരു ടണലുണ്ടാക്കി. ടണൽ എന്ന് പറയുമ്പോൾ ഇവിടെ അല്ല, കറക്റ്റായിട്ട് നമ്മുടെ ടണൽ എന്ന് വരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ഒന്നുമില്ല, നല്ല ദൂരത്തായിട്ടായിരുന്നു വന്നത്. ഏതെങ്കിലും കേസ് നമ്മൾ ഈ വേൾഡിൽ നിന്ന് ഈ നെതറൈറ്റ് ആർമറിനൊക്കെ എടുത്ത് മാറ്റും. പക്ഷെ കോപ്പിറൈറ്റ് ഈ അക്കൗണ്ടിൽ പിന്നെയും നെതറൈറ്റ് ആർമർ വരുന്നതായിരിക്കും. കേസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബൈ.